എന്റെ കാര്യം മാത്രം എനിക്ക് ഓർമ്മയില്ലേ. ഇനി അവിടെയും കെട്ടി ഇവിടെയും കെട്ടി പെയിന്റ് പറ്റി അടിച്ച് എല്ലാം കെട്ടി. നിനക്ക് എന്റെ കാര്യം മാത്രം ഓർമ്മയില്ലേ? ഓർമ്മിക്കുന്നോണ്ടല്ലേ എന്റെ ഫ്രണ്ട് എന്തായാലും ഓർമ്മിക്കണേ. എന്തൊരു ഓർമ്മിക്കുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നു. പഴയ കാര്യമാണ്. കുളിയും ജപമൊക്കെ കഴിഞ്ഞാ? കുളിയും ജപമൊക്കെ കഴിഞ്ഞാന്ന്? കുളിയൊക്കെ കഴിഞ്ഞു. വീട്ടിൽ ഒരു കുറി ഇട്ടില്ലല്ലോ. ഞാൻ കുറിയൊന്നും ഇല്ല. അതെന്ത് കുറി ഇടാത്തത്? കുറിയൊക്കെ നാളെ ഇടാം. അതിന് ദിവസമൊക്കെ ഉണ്ട്. നാളെ ഇടാം. നാളെ ഇടാം. നാളെ പൗഡറൊക്കെ ഇട്ട് ഇന്നിട് പൗഡർ? ഞാൻ ഇന്നിട്ടില്ല. ഇന്ന് പൗഡർ നാളെ ഒരടി അവളെ തലയിൽ. പ്രത്യേക മൂടും സന്ദർഭവും ഒക്കെ എന്നാലേ ചെയ്യുള്ളൂ. നീ അങ്ങോട്ട് ആരാകാരം വയ്ക്കും? ആരാകാരം വയ്ക്കും? വേറെ നീ ആളിനെ നിർത്തുന്ന വേറെ ആളിനെ കൊണ്ടുവരണ്ട. വേറെ ആളിനെ കൊണ്ടുവരണ്ട. പിന്നെ വേറൊരാളിനെ അയ്യേ നിന്റെ ഞാൻ കയ്യിലല്ലേ തന്നത് ഇത്തിരി നേരത്തേക്ക്. അത് ഉടനെ എടുത്ത് ഉടുപ്പിച്ചാച്ചി ഞാൻ പറഞ്ഞല്ലേ. അത് ഞാൻ നാളെ നനയ്ക്കാൻ നേരത്തെ. നാളെ നനയ്ക്കാൻ നേരത്തെ മുഴുവനും പോകും. നോക്കിയിരുന്നാ മതി. എന്തൊരു എക്സ്പ്രഷൻ ഇങ്ങനെ ആക്കിയത്? ഇങ്ങനെയൊക്കെ ആക്കണം. പോലീസ് സ്റ്റേഷനിൽ കൊടുക്കോ? പോലീസ് ഉടുപ്പ് പോലീസ്റ്റർ ഉടുപ്പ്. പോലീസ് അത് മടക്കിടച്ച് വെച്ചിരിക്കണം. അതിന്റെ കൂടെ ഈ പാവാട ഏറ്റ് പെണ്ണ് തലയിലുള്ള എണ്ണയത്തറി എത്തി തെറ്റണം. അത് തന്നെ തലയിൽ എണ്ണ തേച്ചോണ്ട് ഇങ്ങനെ ആരോഗ്യത്തോടെ നിക്കുന്നു. ഇല്ലെങ്കിൽ എന്തരായിരുന്നു പരുവം. കൈ തലയാത്തറി തല കോവരാനാണ് എണ്ണ അയച്ചത്. തലയത്തറി എന്നെ കയ്യു അത്തറിയാൻ ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്തരിയൊക്കെ തറയിൽ ചെയ്തേക്കണേ മോൻ? ആ തറയിൽ ചെയ്തേക്കണേ എന്തരി ഇതാണ് ഫോർകോട്ട് എന്ന് പറയും. ഫോർകോട്ടോ അല്ല, ഫോർകോട്ട്. അത് നമ്മളെ തറ വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടി അവിടെ പുതിയതായിട്ട് ചാമ്പി ഒഴിലേ ഫ്രണ്ടത്തെ വൃത്തിയായിട്ട് കിടക്കട്ടെ. ഇപ്പൊ ചവിട്ടൊന്നും ഇവിടെ കയറി ഇരിക്കരുത് കേട്ടോ. ഇരുന്നാ ചന്തി മുഴുവൻ ചുവപ്പാവും. അടിക്കാത്തട നോക്കി വെച്ചിട്ടുണ്ട്. അടിക്കാത്തട ഇരിക്കും. അതങ്ങനത്തെ കുട്ടി ഇവിടെ ഞാൻ കയറിയിരിക്കില്ല. ബക്കറ്റ് മുഴുവൻ വൃത്തിയാലാക്കിയതി. ബക്കറ്റ് മുഴുവൻ വൃത്തിയാലാക്കിയതി. ആവശ്യമുള്ള ബക്കറ്റ് ഇറക്കി ഇട്ടിരിക്കല്ലേ. വേറെ ബക്കറ്റ് ഉണ്ടല്ലോ. ഇത് ഇനിയിപ്പോ പോയാലും കുഴപ്പമൊന്നുമില്ല. ബക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ ആവശ്യം പോലെ. ഇതെന്തൊരു വ്യാജക്കാർക്കേത്? അത് പോകുന്നു. തന്നെ ആരെങ്കിലും തുണിയിരിക്കണ ബക്കറ്റിൽ പെയിന്റ് ആക്കുക. അതൊക്കെ മാറ്റി പോകുന്നു. അതെ കയ്യിലൊക്കെ ആയാലും പോണണ്ട. തേച്ച് പോകുമ്പോഴേ തേച്ച് ഞാൻ കഴുകി എടുക്കാം. പിന്നെ നീ സമ്മതിച്ചാണ്? ഞാൻ പറഞ്ഞാലെന്ന് നിങ്ങളെ മോൻ കേക്കൂല. ഞാൻ പറഞ്ഞ കേക്കില്ല. ആര് പറഞ്ഞാ കേക്കും? പറഞ്ഞാലും കേക്കില്ല. ആര് പറഞ്ഞാലും കേക്കൂല. എന്ത് ചെയ്യും? ഞാൻ തരിയായി. ഞാൻ തിരിയെ എന്നെ കൊണ്ട് സാധിക്കൂ. നന്നാക്കാൻ ഇനി പറ്റൂലേ? എന്നെ കൊണ്ട് നന്നാക്കാൻ സാധിക്കില്ല. പെറ്റുപോയോണ്ട് ഇനി സഹിക്കാനേ പറ്റുള്ളൂ അല്ലേ? പറ്റുമെങ്കിൽ സഹിക്കാനേ പറ്റുള്ളൂ തന്നല്ലേ? എനിക്കിട്ട് തരുമ്പോലെ ഇടയ്ക്കിടയ്ക്ക് മോനിട്ട് കൊടുക്കാത്തത്? ഞാൻ കൊടുക്കില്ല. അവിടെ പേടിയുണ്ടല്ലേ? അവിടെ ഇരിക്കണം. വരാവോ തുടങ്ങി. ഇനിയിപ്പൊ മറ്റേ അടുപ്പില് തീറ്റയില് കുടിയിലെത്തും.
അത് ഉണങ്ങിയപ്പം കണ്ട നീ പറഞ്ഞ അതൊക്കെ മാറി. ഞാനിപ്പോ വിചാരിച്ച് ഭയങ്കര കളറായിരിക്കും. എനിക്കാണെങ്കിൽ ആ കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൊള്ളൂലായിരിക്കുന്നു. പക്ഷെ അടിച്ചു വന്നപ്പോ കൊള്ളാം. കേട്ടുകൂടെ നിങ്ങൾ മൈക്ക് വെച്ചിങ്ങോട്ട്? ഒരു കോട്ടും കൂടെ ഒരു കോട്ടും അടിക്കണം. കൂടെ അടിക്കണം അല്ലേ? ഒരു കോട്ടും കൂടെ അടിച്ചാലേ ഇങ്ങോട്ട് അടിയുണ്ട്. നിങ്ങളെ വീട്ടിൽ അടിച്ചു തരട്ടാ? അവിടെ റെഡ് ഓക്സൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട. നിങ്ങളെ വീട്ടിലും കൂടെ അടിച്ചു തരട്ടാ? ഒന്നും വേണ്ട എന്നും അത് അടിക്കില്ല. അടിക്കണ്ടേ? എന്റെ വീട്ടിൽ ഒന്നും അറിയിക്കില്ല. എന്റെ വീട്ടിൽ ഒന്നും കറില്ല. അവിടെ അടിക്കുന്നില്ല. ഇനി എന്തിനാണ് അവിടെ അടിക്കുന്നത്? നീ അടിച്ചിട്ട് ഞാൻ ഇനി ഒരാഴ്ച ബുദ്ധിമുട്ടില്ലേ ഇരിക്കാൻ? നല്ല ചന്ത കൊണ്ട് ചേർക്കാ. എന്താ ആ ചന്തത്തിന് വേണ്ടി തന്നെ അടിച്ചത്. ഇനി തുളസി തറയും കൂടെ അടിക്കണം അല്ലേ? തുളസി തറ അടിക്കണം. ചെടി നടാനുണ്ട്. ഓ ഇവിടെ ചെടി നടാനുണ്ട്. ഇഷ്ടപ്പെട്ടാ? ആ നന്നായിരിക്കല്ലേ? അതിനെ അവിടെ കൊണ്ടുവയ്ക്കും. 2 ദിവസം വെളിയിലിടും. വലിയ വീഴും. കണ്ടില്ലല്ലേ കാറ്? അതിന് രാവിലെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. അല്ലറ ചില്ലറ ചെറിയ പരിപാടികളുണ്ട്. ഓയിൽ മാറണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. എടുക്കാൻ പോകും. ഞാൻ പോകും. ഒന്ന് ബക്കറ്റ് എടുത്തിട്ട് വേണം. ഇന്നിപ്പോ തോട്ടല്ലേ? ഉണങ്ങി കാണും. ഉണങ്ങിയല്ലേ? രാത്രി വിളക്ക് എത്തിക്കാൻ നേരത്തെ ഇറങ്ങാല്ല. അന്നേരം മാത്രം ഒന്ന് ഇറങ്ങി. രാത്രി പിന്നെ ഫുള്ള് ഇറങ്ങണ്ട. വിളക്ക് കത്തിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയാ മതി. നീ കടയിൽ പോയനാ? ഓ കടയിൽ പോണെങ്കിൽ വാങ്ങിച്ചോടുവാ. എന്തിനു വേണം? വാഴക്കപ്പം വാങ്ങിച്ചോടുവാ. ഈ എന്നും വാഴക്കപ്പം തന്നെ കൊളസ്ട്രോള് വരുമമ്മ. പിന്നെ പപ്സ് അല്ലേ നല്ലത്? പപ്സ് അല്ല പപ്സ്. ഈ മുളക് വെച്ച് വാഴക്കപ്പം ഇടുന്നത്. മുളകല്ല, കാവച്ചാണ് വാഴക്കപ്പം. മറ്റേത് മുളക് ബജിയാണ്. അതാണ് പറയുന്നത്. അതല്ല, അത് എരിയുണ്ട്. എരിയുണ്ടാവും. ഇപ്പൊ വാഴക്കപ്പത്തിനെക്കാട്ടി പപ്സ് അങ്ങനെയുള്ള മാറ്റിപ്പിടി. എന്ന് വാഴക്കപ്പം തന്നെ മതിയോ? വാഴക്കപ്പം വേണ്ട. പിന്നെ ഇനി എന്ത് വേണം? നീ പറയണമായി തന്നെ. പുതിയതല്ല, പപ്സ് പഴയതാണ്. ഒരു കാര്യം ചെയ്യും, ഇന്ന് പപ്സ് കഴിച്ച് നോക്ക്. എന്നിട്ട് നമുക്ക് കൊള്ളാവോ ഇല്ലേന്ന് നോക്കാം. കഴിച്ചിട്ടൊക്കെ ഉണ്ട് അവര്. അവർക്ക് പപ്സൊക്കെ അറിയൊക്കെ ചെയ്യാം. പേരിതാണെന്ന് അറിഞ്ഞൂടാത്തെയാണ്. ഞാൻ തറ നനഞ്ഞ തുടയ്ക്കാ എടുത്തത്. ഇന്ന് കേട്ടോ, ഇന്ന് വാഴക്കിപ്പത്തിൽ നിന്നും ഒന്ന് മാറ്റി പിടിക്കാൻ പോവുകയാണ്. പപ്സ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അല്ലേ? അമ്മ പപ്സ് ഇഷ്ടപ്പെടോ നിങ്ങക്ക്? പപ്സൊക്കെ ഇഷ്ടപ്പെടോ? പപ്സൊക്കെ ഇഷ്ടപ്പെടും. പപ്സൊക്കെ മോഡേൺ പലഹാരമാണ്. അത് നിങ്ങളുടെ തൊണ്ടിൽ നിന്ന് താഴോട്ട് പോകുമോ? പറ്റും. പൊരിയാക്കത്ത് നോക്കട്ടെ തന്നെ. ആ ശരി, നല്ല കാര്യം. തീരുമാനങ്ങൾ നല്ലതാണ് ശോഭനെ. വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാണ്. നീ ചായ ഇട്. ഓ ചെറുക്കാ പെട്ടെന്ന് വൈ വാങ്ങി. പെട്ടെന്ന് വൈ വായി. എന്നെ ഇപ്പൊ ഫോട്ടോ എടുക്കാത്തത്? നിങ്ങളെ മോൻ ഇഷ്ടമല്ല. നിങ്ങളെ മോൻ പറഞ്ഞ് ഫോട്ടോ എടുക്കണ്ടെന്ന്. എന്ത് എന്നാ ഇതിനിടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കണുണ്ട്. നിങ്ങൾ അറിയാത്തേണ്. ഫോട്ടോ ഒക്കെ എടുക്കണ? ഓ അപ്പൊ ഞാൻ അറിയില്ല. നിങ്ങൾ പോലും അറിയാതെ ഫോട്ടോ നടക്കുന്നുണ്ട് ശോഭനെ. എന്നോട് പറയാതെ നീ എടുക്കണേ. അങ്ങനെയൊക്കെ ആയാ? ഞാനും കൂടെ അറിയില്ലേ? ശരി ശരി, എന്നെയും കൂടെ അറിയിക്കാം. പോണേ. നീ പേനുണ്ട് തന്നെ? പേന് പിള്ളേരുടെ തലയിൽ പേനുള്ളതുകൊണ്ട് ഇപ്പൊ തലയിലും കേറിയോന്നൊരു സംശയം. ഇന്ന് തലയില് പേന് വേണം. ഭയങ്കര ചൊറിച്ചില് പിള്ളേരുടെ തലയിലുള്ളോണ്ടേ. അപ്പൊ നിന്റെ തലയില് കാണും. എന്റെ മോളാലയില് ഉള്ളത് പേനെ. ഭയങ്കര ചൊറിച്ചില്. ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ചൊറിച്ചില്. അപ്പൊ നിന്റെ തലയില് കാണും പേന്.
കാണുപോലെ അവരുടെ കിട്ടണ്ടേ ഗോതമ്പം. ആ കിട്ടി, ഒരെണ്ണം കിട്ടിയേട്ടാ, ഒരെണ്ണം കിട്ടി. ഓടി ഒരു പേന്. നിന്റെ ഇടയിൽ പേന ഞാന് ആ ചെറുക്കാൻ പയ്യ പോയി പോയി. ചെറുക്കായി പയ്യ വാങ്ങിച്ചോണ്ട് വരും. നീ ചായ ഇട്. ഞാൻ കുളിച്ചിട്ട് ചായ ഇടാം. കുറച്ച് കഴിഞ്ഞാൽ വെയില് പോവും. കുറച്ച് കഴിഞ്ഞാൽ വെയില് പോവും. നീ വെയില് തണുത്ത അധികം ചെറിയ കുളിക്കല്ലോ. ഒരു ബക്കറ്റിന്റെ വലിയ പെയിന്റ് കലക്കി കളഞ്ഞി ആ ചെറുക്കൻ. ഒരു ബക്കറ്റിന്റെ പെയിന്റ് കലക്കി കളഞ്ഞ അവൻ പറഞ്ഞ ബക്കറ്റിന്റെ അതായാലും പേരുമില്ല. പിന്നെ പിന്നെ ബക്കറ്റ് കൊണ്ടുവന്നു അവൻ വിചാരിച്ച ഒരു ബക്കറ്റ് കൊണ്ടുവരാൻ സാധിക്കും. അത് തന്നെ പറയുന്ന ബക്കറ്റ് കൊണ്ടുവന്ന് നിങ്ങളെ മോൻ തന്നെ. ഈ ബക്കറ്റുകളെ കൊണ്ടുവന്ന് നിങ്ങളെ മോൻ തന്നെ സൈറ്റിൽ നിന്നൊക്കെ പെയിന്റിന്റെ ബക്കറ്റ്. അപ്പൊ ഈ കൊടുക്കാൻ നേരത്ത് ഒരു ബക്കറ്റ് കൊടുക്കും. 1 രൂപ കൊടുക്കാൻ നേരത്ത് ഒരു ബക്കറ്റ് വാങ്ങിക്കും. ഒരു ബക്കറ്റ് കൊടുക്കോ? ബക്കറ്റ് വാങ്ങിക്കും. അവൻ രൂപ കൊടുക്കാൻ നേരത്ത് അവര് രൂപ അത്ര രൂപയും കൊടുക്കും. എന്തൊക്കെ പറയണമ്മ? എത്ര രൂപയെന്ന് പറയുന്നിട്ട് അത്ര രൂപയും കൊടുക്കും. അപ്പൊ അവര് ബക്കറ്റ് കൊടുക്കും. അപ്പൊ ഇവഞ്ഞ് വാങ്ങിച്ചോണ്ട് വരും. കൊച്ചിനെ കണ്ടില്ലേ? ഇപ്പൊ വരും അവൻ. അവൻ ഇനിയിപ്പോ വിട്ട് പറഞ്ഞ വരും. നാളെ അവന്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോണെന്ന്. നാളെ അവന്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോണെന്ന്. ടൂറ്? അതെന്തിരി? അത് സ്കൂളിൽ നിന്ന്, നമ്മള് പഠിക്കുന്ന സ്കൂളിൽ നിന്നേ ഏതെങ്കിലും, ഇപ്പൊ നമ്മള് കോവിലൊക്കെ പോയില്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലം കാണാനായിട്ട് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകണമെന്ന്. പ്ലാനറ്റോറിയം, മൂസിയത്ത്. അവന് അവന്റെ സാറാ? അവന്റെ സാറ് കൊണ്ടുപോകണം. അവൻ മാത്രമല്ല, അവന്റെ ക്ലാസ്സിൽ നിന്ന് വേറെ പിള്ളേരും ഉണ്ട്. അപ്പൊ കൊണ്ടുപോയി കാണിച്ചിട്ട് കൊണ്ടുവരും. ഉച്ചയ്ക്കാ? ഉച്ചക്ക് നമ്മൾ ഇന്ന് സ്കൂളിൽ നിന്ന് വരും പോലെ വരും. രാവിലെ 10 മണി കണ്ടാകുമ്പോ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. എന്നിട്ട് 1 മണി 2 മണി ആകുമ്പോ തിരിച്ച് സ്കൂളിൽ വരും. വന്നിട്ട് എന്നും വരും പോലെ വരും. നേരത്തെ കൊണ്ടുവരുമോ? നേരെ കൊണ്ടുവരും. തള്ളാരി ആരും വെച്ചിട്ട് വേണ്ടമ്മ, അവര് നോക്കിക്കോളും. അവര് നോക്കിക്കോളൂ. അങ്ങനെ ഒരു ടീച്ചറുണ്ടോ? നമ്മളെ തൊഴിലൊക്കെ ആയിക്ക് കൂടാതെ ആരെങ്കിലും വേണം നിങ്ങളെ സ്കൂളില്. പണ്ട് അച്ഛനാ അമ്മ ആരെങ്കിലും വേണം. പണ്ട് നമ്മളെ സ്കൂളിൽ നിന്ന് വിടുമായിരുന്നു. എന്നെ വിട്ടിട്ടില്ല, എന്റെ അച്ഛൻ വിടൂല. പണ്ട് നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ പോയപ്പോഴൊന്നും ഞാൻ പോയില്ല. എന്നെ വിടൂല. പ്ലാനറ്റോറിയം പോയി, അല്ലാതെ വേറെ ടൂർ വിട്ടപ്പോഴൊന്നും കൊണ്ടുവന്ന് അച്ഛൻ സമ്മതിച്ചൊന്നുമില്ല. പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ എല്ലായിടവും പോവാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എല്ലായിടും പോവാം. സന്തോഷം. ഇപ്പൊ ഞാൻ വരുന്നത് പോലെ വീട്ടിലിരിക്കും. എനിക്ക് ഇപ്പൊ ആണെ കെട്ടിയ ഭാഗ്യം തന്നെ. നീ വന്നതിന് ശേഷമാണ് ഭാഗ്യം കിട്ടിയത്. ഞാൻ വന്നതിന് ശേഷമാണ് എനിക്ക് ആളെയും കിട്ടിയത്. ഓണന്ന് അടുത്ത മാസം. അടുത്ത എന്ന്? ഇന്നിപ്പോ എവിടെ തീർന്നു. ഇനി ഇപ്പൊ അടുത്ത മാസം തുടങ്ങി, ഓഗസ്റ്റ് തുടങ്ങി. ഇപ്പൊ ആഗസ്റ്റിലാണോ? ആഗസ്റ്റില പോണം. പ്രാവശ്യം ഓഗസ്റ്റിലാണ് ഓണം. എവിടെ പോണ? എന്തിന്? ഓണത്തിന്? ഓണത്തിന് ഒരിടവും പോണില്ലമ്മ. സദ്യ തിന്നണം, കയറി കിടക്കണം, ഉറങ്ങണം. പോണ പട്ടാപാല ഉറങ്ങണം. പട്ടാപകലല്ല, രാത്രികളൊക്കെ കഴിവില്ലേ പറഞ്ഞ. സദ്യ കഴിക്കണം, പന്ത് കളിക്കണം. എവിടെ സിനിമ എവിടെ കാണാൻ പോണേ? ഒരിടവും പോണില്ല. ഓണാഘോഷം, മ്യൂസിയത്ത് ഓണാഘോഷം വരുമ്പോ അവിടെ വേണമെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാം. അമ്പലത്തിൽ പോകുമ്പോ കൊണ്ടുപോകാം. അമ്പലത്തിൽ? യാതമ്പലത്തി?
അന്ന് ഏതെങ്കിലും അമ്പലത്തിൽ പോവും, തിരുവോണത്തിന്റെ അന്ന് ഏതെങ്കിലും അമ്പലത്തിൽ പോവും, അപ്പൊ പോവാം. അല്ലാതെ വേറെ എവിടെയും പോണില്ല. എന്തൊരു ബഹളം കേട്ടോ? പട്ടി ആ ചെറുക്കാൻ പെന്റ് മുറ്റട ഇട്ടുപേരായ ഇതാദ്യം ഓടിപ്പോന്നെ. ഇതുവരെക്ക് വരയ്ക്ക് ഭാഗം കൊണ്ടുവന്നില്ലേ? എനിക്കറിഞ്ഞൂടാ. മോൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാത്ത ഞാൻ തിരിയും. അവൻ പയ്യന് അവൻ നീ വേറെ എവിടെയും കിട്ടി പെയ്യാതോ? പോയില്ല, വാങ്ങിച്ചോണ്ടെങ്കിൽ കൊണ്ടുവരും. ഇറച്ചിക്കടയിൽ പോണം കോഴിയുടെ കാലെടുക്കാൻ. അതും എടുത്തോണ്ട് വരും. അത് കൊടുത്തു കഴിഞ്ഞ് പിള്ളേനെ പിടിച്ചോണ്ട് വരും. ഇല്ല, പിള്ളേനെ വൈകുന്നേരം വിളിക്കുള്ളൂ. കാലില കൊല സ്ഥലത്തിട്ടുവനെ ഇടാ. നീ കാലിലെ ഇടാത്തത്? ഇടാ. നീ കാലില് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണോ കൊലുസ്? എനിക്കെന്റെ വേണ്ടേ? എനിക്കറിഞ്ഞൂടാ. വേണോ കൊലുസ്? വേണോ? വേണേ. ഇനി അടിച്ച കൊലുസ് ഇടുന്ന നീയല്ലേ ചെറുപ്പക്കാരി, നീ എടുത്തേട്. ഞാൻ വയസ്സായി. ചെറുക്കൻ വന്നാ? ചെറുക്കൻ എന്തോ വന്ന് വണ്ടിയുടെ സൗണ്ട് കേട്ടത് എനിക്ക് ഓടിക്കാന്. പാലും പാലും വാങ്ങിച്ച് പാലും പഴവും കൈകളിലേന്തി പപ്സ് വേണം. വാഴക്കപ്പം വേണം. വാഴക്ക പാട് വാഴക്കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ഇന്ന് ഒരു മാറ്റിപ്പിടുത്തം പിടിച്ചു. ഇന്നൊന്ന് മാറ്റി പിടിച്ചു. ഇന്ന് പാലാങ്കോട് പാലം കൊടുത്താലേ ചായ ആവൂള. പാപ്പം തിന്നിപ്പം ഡെയിലി പാപ്പം തീറ്റിയായി. അവള് കുടിക്കില്ലേ? അവള് കുടിച്ചോണ്ട് വന്നിട്ട് ചായ ഇടണോളാം. നിങ്ങൾ രണ്ടെണ്ണം കയറ്റി കൊടുക്കാറ്. അവള് കുടിച്ചോണ്ട് വന്നിട്ട് ചായ ഇടണോളാം. വണ്ടി എടുക്കാനാ? ആ ചെറുക്കൻ കൊണ്ടുവന്നേര്. അയ്യപ്പാ, ആ ചെറുക്കൻ കൊണ്ടുവന്നേര്. കുറച്ച് കഴിയട്ടെ. നീ കുളി ഇപ്പൊ അടിക്കാനാണ് പറഞ്ഞത്. കുറച്ച് കഴിയട്ടെ. ഇപ്പൊ അടിക്കാനാണ് പറഞ്ഞത്. കുറച്ച് കഴിയട്ടെ. ഇപ്പൊ എടുക്കാനാണ് പറഞ്ഞത്. ക്ഷമയില്ല. ചായ ഇട്ടിട്ട് ചായയുടെ കൂടെ കുടിക്കാനുള്ള ക്ഷമയില്ല. ഓ, ചായ ഇട്ടിട്ട് ചായയുടെ കൂടെ പോണേ. പൊടി വരുമ്പോ തിന്ന. കൊതി വരുമ്പം തിന്നണോ? ഇതാണ് പപ്സ്. പപ്സ് അതെന്ത് തിന്നിട്ടില്ലേ നിങ്ങൾ? നേരത്തെ തിന്നിട്ടുണ്ടല്ലേ? പോയെന്നെ കള്ളം പറയാതെ. ഇതിനകത്ത് മുട്ട വെച്ച ഒരു സാധനം നിങ്ങൾ തിന്നിട്ടില്ലേ? മുട്ട വെച്ചത് തിന്നിട്ടില്ലേ അമ്മ? അത് തന്നെ ഇത് ഇറച്ചി വെച്ചത്, അത് മുട്ട വെച്ചത്. അതെങ്ങനെയാ മാക്ക ഒന്നുകൂടെ കാണിച്ചത്? എങ്ങനെ? ഇത് ചിക്കൻ, സവാള എല്ലാം കൂടെ ചേർത്തത്. ഇതൊരു ഒന്നും കേട്ടുകൂടാ. രുചിയുണ്ടാ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടമ്മ? നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതാണ്. നിങ്ങൾ എന്ന് വാഴക്കപ്പത്തിന് പിടിക്കുന്നോണ്ട് നിങ്ങൾ അമ്മ വാഴക്കപ്പം മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഇത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് മുട്ട വെച്ച് നിങ്ങൾ കഴിച്ചിട്ടില്ലേ? മുട്ട വെച്ചിനകത്ത് പോയാൻ വേണ്ടിട്ട്.
മതിയാ, ഒരെണ്ണം മതിയാ? ഇതിനാന്താ പറയണ? വാഴക്കപ്പാണെങ്കിൽ 2 തിന്നാ. മതി. വെള്ളം വേണോ? ഇപ്പാണ് ഇതൊക്കെ തിന്നാ. കണ്ട് കടയിലേക്കും ഞാൻ പോയി ചോദിക്കുമ്പോ മതി തരില്ല. തരൂലേ? നിങ്ങൾ എതിർന്ന് പറഞ്ഞു പോയി ചോദിക്കണം. ഞാൻ പറയും പറയിക്കുമ്പോ വേണ്ട ഇത് അപ്പൊ ആ മാമാര് തരില്ല. തരൂലേ? പിന്നെ അമാര് വരെ ഇതേ ഉള്ളു അതില്ലെന്ന് പറയും. അപ്പൊ നിങ്ങൾ പഴക്ക പറയില്ലെന്ന് പറയും. പിന്നെ ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറയും. ഇനി പോലും നല്ല കുറവാണെങ്കിൽ ഇന്ന് പോവും, അല്ലെങ്കിൽ അടി വെച്ചു വാങ്ങും. നല്ല ഗുണമാണെങ്കിൽ ഇനി വരുവോ? അല്ലെങ്കിൽ അടി ഉണ്ടാക്കോ? അടി ഉണ്ടാക്കുമ്പോ അവര് തരുവോ? അടി ഉണ്ടാക്കുമ്പോ അവര് തരുവോ? അതുകൊണ്ട് ഇപ്പൊ അവര് തരുമില്ല. തരൂലേ? പിന്നെ എന്ത് ചെയ്യും? ആര് ഉണ്ടാക്കണ ആരും കാര്യമില്ല. പിന്നെ തിരിച്ചു വീട്ടിൽ വരൂ? ഇന്ന് വീട്ടിൽ വരും. ശരി, ഞാൻ പോയി ചായ ഇടാം. ചായ ഇടാം. കുളിച്ചിട്ട് വന്നിട്ട് ചായ ഇടാം. കുളിക്കാൻ പോട്ട്. ഞാൻ വെയില് പോവും കേട്ടാ. ഇന്ന് വെയില് പോവും. ഞാൻ പോയി ചവറ് പറക്കിട്ട് ചായ ഇട്ടിട്ട് വിളി. വിളിക്കാം. ചായ വിളിക്കാം. അവിടെ കിടക്കണ വേറെ പറക്കട്ടെ.